രണ്ടാമത്തേത് നമ്മൾ ലെറ്റേഴ്സിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ അറബി ഭാഷയിൽ മറ്റു ഭാഷയിൽ നിന്ന് വേർതിരിയുന്ന കുറച്ച് സ്പെഷ്യലായ ലെറ്റേഴ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഐന്, ഖൈന്, ഫ, ഖാഫ് എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ആ ഒരു മഖ്റജ്, നമ്മുടെ ഒരു വേ ഓഫ് പ്രൊനൗൺസിയേഷനെ കുറച്ചൊന്ന് നമ്മൾ ഒന്ന് ട്രെയിൻ ചെയ്തിട്ട് നമ്മൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ മാർഗം തജ്വീദിൻ്റെ നിയമങ്ങളിലേക്ക് പഠിക്കുക, അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. പലരും കൺഫ്യൂസ്ഡ് ആകുന്ന അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന ഒരു ഏരിയയാണിത്. അതിൽ വളരെ സിമ്പിളാണ്. ഇൽഹാർ, ഇഖ്ലാബ് എന്നൊക്കെ പറയുന്ന നിയമങ്ങൾ എങ്ങനെ ഖുർആൻ്റെ മാധുര്യം കൂട്ടാൻ വേണ്ടിയിട്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്നമാ അന്ത മുന്തിറു, അവൻ അറബിയിൽ നമ്മളിങ്ങനെയാണ് വായിക്കുക, ഇന്നമാ അന്ത മുന്തിറു. പക്ഷെ അതിൻ്റെ തജ്വീദ് അവിടെ വരുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റൈല് മാറി. ഇന്നമാ അന്ത മുന്തിർ. അപ്പോൾ ഇത് എങ്ങനെ വന്നു, ഇങ്ങനെ വായിച്ചു എന്ന് പറയുമ്പോൾ അവിടെ അതിൻ്റെ ചില റൂൾസ് ഉണ്ട്. ഇന്നമ അവിടെ നൂന് ശബ്ദാണ്, ഇവിടെ നൂന് സുക്കൂനുള്ള നൂന് ശേഷം ത ആണ്. അങ്ങനെ തജ്വീദിൻ്റെ റൂൾസ് നമ്മൾ ആദ്യം തിയറിറ്റിക്കൽ നമ്മൾ പഠിക്കുക.